തഴവ ശ്രീ മഹാദേവ ദേശായി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനം നടത്തി. നവ എഴുത്തുകാരൻ ശ്രീഹരി സുരേഷ് രചിച്ച ഇത് വായിക്കരുത് എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്ന ആശയത്തെ മുൻനിർത്തി ടൈം മെഷീൻ സങ്കേതം ഉപയോഗിച്ച് സമയത്തിലൂടെയുള്ള ഒരു യാത്രയാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. തഴവ ശ്രീ മഹാദേവ ദേശായി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് നവസാഹിത്യകാരൻ ശ്രീഹരി സുരേഷിന്റെ ഇത് വായിക്കരുത് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. അമ്പലമുക്ക NSS കരയോഗ ഹാളിലായിരുന്നു പ്രകാശനം. ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്ന ആശയത്തെ മുൻനിർത്തി ടൈം മെഷീൻ സംഗീതം ഉപയോഗിച്ച സമയത്തിലൂടെയുള്ള യാത്രയാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. 19ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് അറിവ് തന്നിരുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാലത്തെ പ്രശസ്തമായ രചനയുടെ പേര് സമയതീരവും കാലപ്രവാഹവും എന്നാണ്. സൂക്ഷ്മമായി കാലത്തിന്റെ പുറകോട്ടുള്ള സഞ്ചാരത്തെക്കുറിച്ച് നമ്മുടെ ജില്ലക്കാരനായ കെട്ടിയപ്പൻ അതിലേക്ക് ഒരു പ്രവചനാത്മകമായ കാര്യം തുറന്നു പറയും. നമുക്ക് മുന്നോട്ട് പോവുക മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് പുറകോട്ടും സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം. സമയത്തിൻ്റെയും കാലപ്രവാഹവും എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പഠന ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ എല്ലാം മുന്നോട്ട് പോകാൻ മാത്രമേ ഉള്ളൂ. ആ മുന്നോട്ട് പോകുന്നതിൽ നിന്നാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത്. മുന്നോട്ടുള്ള ഗതിയാണ്. അധോഗതി നമുക്ക് അപകടകരമാണ്. അധോഗതിയെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പുറകോട്ട് നടത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഗ്രന്ഥശാല പ്രസിഡന്റ് K ഷിജുകുമാർ അധ്യക്ഷത വഹിച്ചു. ഫിനാൻസ് വിഭാഗം അഡീഷണൽ സെക്രട്ടറി അജയകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. ഗ്രന്ഥശാല സെക്രട്ടറി PG സുനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. മോഹൻകുമാർ, അൻസാർ വർണ്ണന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ. അതുപോലെ മനുഷ്യന്റെ ഒരു സമയം കൂടി തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന തന്റെ ആഗ്രഹത്തെ കൂടി ഈ പുസ്തകത്തിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമകളിലും നോവലുകളിലും കൂടുതൽ കണ്ടുവരുന്ന ഈ പാരഡോക്സ് എന്ന ആശയം ഒരു കേരള പശ്ചാത്തലത്തോടുകൂടി അവതരിപ്പിക്കാൻ കൂടി ശ്രമിച്ചതാണ്. കരുനാഗപ്പള്ളി.